മാതാവിന് 1000 നന്ദി. എൻ്റെ പേര് സ്നേഹ. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വരുന്നു. ഞാൻ കൃപാസനത്തെ പറ്റി ആദ്യമായിട്ട് അറിയുന്നത് 2018 വെച്ചാണ്. അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെയും കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 5 വർഷമായിരുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ ഫാദറാണ് ഞങ്ങളെപ്പറ്റി കൃപാസനത്തെ പറ്റി പറയുന്നത്. അപ്പം 5 വർഷമായപ്പോഴും ഞങ്ങൾക്കൊരു കുഞ്ഞില്ലാത്തതിൻ്റെ വിഷമത നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ ഇവിടെ വരാൻ തീരുമാനിച്ചു. അങ്ങനെ 2018 അവസാനമായപ്പോൾ ഞങ്ങൾ കൃപാസനത്തിൽ വന്നു. ഞങ്ങൾ ഉടമ്പടി എടുത്തു. ഞങ്ങൾ 2 പേരും, ഞാനാണ് ഉടമ്പടി എടുത്ത ആൾ. ഞങ്ങൾ പ്രാർത്ഥിച്ചു. 90 ദിവസമായപ്പോഴത്തേനും ഞാൻ പ്രഗ്നൻ്റായി. പക്ഷെ പ്രഗ്നൻ്റ് ആയെന്ന് പറഞ്ഞാലും എനിക്ക് ഭയങ്കര ഒരു വയറുവേദന വന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന് ഞാൻ അഡ്മിറ്റായി. അപ്പോൾ അവർ പറഞ്ഞു പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞു. പക്ഷേ അത് ട്യൂബൽ പ്രഗ്നൻസി ആയിരുന്നു. അപ്പം സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കത്തില്ല, ചിലപ്പോൾ ഒരു ട്യൂബ് കട്ട് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. നമുക്ക് 2 ട്യൂബേ ഉള്ളൂ, ഒരു ട്യൂബ് കട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം സ്കാനിനകത്ത് പറഞ്ഞു റപ്ചർ ആയിട്ടില്ല, ഏതായാലും 24 hours ഒബ്സർവേഷൻ ഇടാം, അത് കഴിഞ്ഞതിന് ശേഷം പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസി ആയപ്പോൾ ഡോക്ടറിന് ഒരു വലിയ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ആയിരുന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഏതായാലും ഒരു 24 hours കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ വീണ്ടും സ്കാൻ റിപ്പീറ്റ് ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ രാത്രി എൻ്റെ മമ്മിയോട് പറഞ്ഞു, മമ്മി കാശുരൂപം, ഞാൻ ഉടമ്പടി എടുത്തായതുകൊണ്ട് കാശുരൂപം കൊണ്ടുപോവാം. അങ്ങനെ ഞാൻ കാശുരൂപം മമ്മി എൻ്റെ കൈ കൊണ്ടുവന്നു. ഉടമ്പടി തൈലം വയറ്റത്ത് വെച്ച് പ്രാർത്ഥിച്ചു. കാശുരൂപം വെച്ച് ഞാൻ രാത്രി മുഴുക്കെ ഇരുന്ന് ബെഡ് റെസ്റ്റ് ആയിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസമായപ്പോൾ ഡോക്ടർ വീണ്ടും സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു ട്യൂബ് റപ്ചർ ആയിട്ടില്ല, പക്ഷേ തന്നെ അബോർഷനായി പോവും എന്ന് പറഞ്ഞു. അങ്ങനെ ആ പ്രഗ്നൻസി അങ്ങ് അബോർഷനായിപ്പോയി. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഗൾഫിൽ പോയി, സൗദിയിലേക്ക് ജോലി കിട്ടിപ്പോയി. ഞാൻ ഞാൻ നേഴ്സാണ്, നാട്ടിൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തു. പിന്നെ കോവിഡിൻ്റെ ഇതൊക്കെ ആയതുകൊണ്ട് ഹസ്ബൻഡിന് ലീവിന് വരാൻ പറ്റിയില്ല. അങ്ങനെ 2020 ഞാൻ സൗദിയിലേക്കുള്ള ഇൻ്റർവ്യൂ പാസ്സായി. 2021 ജനുവരി ഞാൻ സൗദിയിലേക്ക് പോയി. അപ്പോൾ ഈ കോവിഡിൻ്റെ പ്രോട്ടോക്കോളൊക്കെ ആയതുകൊണ്ട് ഞാൻ അവിടെ വെച്ചാണ് എക്സാം എഴുതിയ പ്രോമെട്രിയുടെ. പക്ഷേ ഞാൻ എന്നും രാവിലെയും വൈകിട്ടും ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഡ്യൂട്ടിക്ക് പോവും. കാശ് രൂപം എടുത്ത് വെച്ച് ഞാൻ പ്രോമെട്രി എക്സാം അവിടെ വെച്ച് എഴുതി. ഞാൻ ഫസ്റ്റ് ചാൻസിൽ തന്നെ പാസ്സായി. ഏപ്രിലായിരുന്നു എക്സാം, റിസൾട്ട് ഏപ്രിൽ തന്നെ വന്നു. പിന്നെ മെയ് ആയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വൊമിറ്റിങ് വന്നു. ഞങ്ങൾ മെഡിസിനൊക്കെ എടുത്ത് വന്നിട്ട് എനിക്ക് കുറവില്ല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഒന്ന് പറഞ്ഞു നമുക്കൊന്ന് വീണ്ടും പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്രഗ്നൻ്റായി. അങ്ങനെ 2021 തന്നെ ഞാൻ ലീവിന് വന്നു, മറ്റേണ്ട് ലീവ്, ഞാനും എൻ്റെ ഹസ്ബൻഡും. അങ്ങനെ ഞങ്ങൾ ഡിസംബറിൽ ഒരു മോനുണ്ടായി. മോൻ്റെ പേര് നെയ്തൻ. പിന്നെ 2022 ഞങ്ങൾ തിരിച്ചുപോയി. അവിടെ ജോലിക്കായിട്ട് തന്നെ തിരിച്ചുപോയി. കുഴപ്പമൊന്നുമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. 23 ആയപ്പോഴത്തേനും എങ്ങനെയോ എൻ്റെ കയ്യിൽ നിന്ന് കാശുരൂപം നഷ്ടപ്പെട്ടു പോയി. ഈ കാശുരൂപം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്തുവാന്ന് എനിക്കറിയത്തില്ല. മുന്നോട്ട് വന്ന എല്ലാം തടസ്സങ്ങളായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. ഞാനിവിടെ കൃപാസനത്തിനെ കോണ്ടാക്ട് ചെയ്തപ്പോൾ പറഞ്ഞു നിങ്ങൾ ഇവിടെ വന്ന് വീണ്ടും ഒരു ഉടമ്പടി എടുത്താലേ ഒക്കത്തുള്ളൂ, അല്ലാതെ കാശുരൂപം തരത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ ജോലി നഷ്ടമായി പോയി. ഹസ്ബൻഡ് അവിടെ നിന്നു. ഞാനും കുഞ്ഞും ഇനി നാട്ടിൽ വന്നു 2024. അപ്പോൾ കുഞ്ഞിന് ഏകദേശം 2.5 വയസ്സായി. കുഞ്ഞിനെ അവിടുത്തെ ആൾക്കാരൊക്കെ ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം എൻ്റെ പേരൻസ് ഒന്നും വന്ന് നോക്കിയില്ല. അപ്പം ആ ബുദ്ധിമുട്ട് കാരണം അപ്പം അവിടുത്തെ ആൾക്കാർ നോക്കിയാണ് കുഞ്ഞ് അങ്ങനെ സംസാരിക്കത്തുമില്ലായിരുന്നു. അമ്മയെന്ന് മാത്രം പറയും, വേറൊന്നും സംസാരിക്കത്തില്ലായിരുന്നു. ഏതായാലും ഞാൻ 2024 ജൂണിൽ വന്നു. ആദ്യം ഞാൻ പിറ്റേ ആഴ്ച തന്നെ ഞാൻ ഇവിടെ വന്ന് കാര്യങ്ങളെല്ലാം സംസാരിച്ച് വീണ്ടും ഒരു ഉടമ്പടി എടുത്തു എൻ്റെ കുഞ്ഞിനായിട്ട്. എൻ്റെ ഓൾറെഡി ജോലി നഷ്ടമായി. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. കുറേ കാര്യങ്ങൾ ഞാൻ ഉടമ്പടിക്കകത്ത് വെച്ചായിരുന്നു. ഇപ്പോൾ കുഞ്ഞിന് 2.5 വയസ്സായതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഡോക്ടറിനെ കണ്ടു. ഇവിടെ ഉടമ്പടി എത്തിയതിന് ശേഷം ഡോക്ടറിനെ ചെന്ന് കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, പക്ഷെ കുഞ്ഞിന് കൗൺസിലിങ്ങും പിന്നെ തെറാപ്പികളൊക്കെ വേണം. ഞാൻ മമ്മിയോട് പറഞ്ഞു ഈ ഒരു തെറാപ്പി ഒന്നും വേണ്ട, നമുക്ക് മാതാവിനോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഇപ്പോൾ കുഞ്ഞിന് 4.5 വയസ്സായി. കഴിഞ്ഞ വർഷമായപ്പോഴത്തേനും നല്ല സ്ഫുടതയോട് അവൻ സംസാരിക്കാനൊക്കെ തുടങ്ങി. അവനിപ്പം എന്നും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കൂടെ വന്നിരുന്ന തൈലം തൊട്ട് നെറ്റി പ്രാർത്ഥിച്ച് അവന് എൻ്റെ കൂടെ വന്നിരുന്ന് പ്രാർത്ഥിക്കും. പിന്നെ ഞാൻ നാട്ടിലൊരു ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറി. അങ്ങനെ കഴിഞ്ഞ വർഷം വീണ്ടും ഞാനൊരു ഇൻ്റർവ്യൂവിന് പങ്കെടുത്തു, ഗൾഫിലേക്ക് പോകാനുള്ളത്. അങ്ങനെ ഇൻ്റർവ്യൂവിന് ഞാൻ പങ്കെടുത്തു. ഞാൻ പാസ്സായി. കൊച്ചി വെച്ചായിരുന്നു. അതിന് ഞാൻ രാവിലെ മാതാവിനോട് പ്രാർത്ഥിച്ചു.
കാശുരൂപം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു, തൈലം തൊട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ വൈവ ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ മാസം, ആ വൈവയ്ക്ക് ഞാൻ പാസ്സായി. ഒത്തിരി 12ഓളം പേരുണ്ടായിരുന്നു, ഞങ്ങൾ 5 പേരെ സെലക്ട് ആയുള്ളായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞു. എൻ്റെ മെഡിക്കൽ ഞാൻ മെയിലെടുത്തു. ഇപ്പോൾ 60 ഡേയ്സ് അതിൻ്റെ എക്സ്പയറി പറയത്തുള്ളായിരുന്നു. ഈ ജൂലൈ 29 ആയിരുന്നു ലാസ്റ്റ് എക്സ്പയറി. അപ്പം ഞാൻ ഓൾറെഡി റെസിഗ്നേഷൻ വെച്ചു ഹോസ്പിറ്റലിൽ. ജൂലൈ 28 ആയപ്പോഴത്തേനും ഞാൻ എൻ്റെ ഏജൻസിയോട് ചോദിച്ചു എന്താ എൻ്റെ ഏജൻറ്റിനോട് പോകുന്ന കാര്യം. അവർ പറഞ്ഞു എല്ലാം അയച്ചു കൊടുത്തിട്ടുണ്ട്, ചിലപ്പോൾ ഒരു മെഡിക്കലൂടെ എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്നും പ്രാർത്ഥിച്ചു, ദൈവമേ ജോലി റിസൈൻ ചെയ്തു, ഇനി എനിക്ക് ഇനി വീണ്ടും മെഡിക്കൽ എടുക്കണമല്ലോ, എന്ത് ചെയ്യുമെന്ന് ഓർത്തു. അത് ഫോണെല്ലാം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഒരു ഉച്ചര 2:30-3 മണിയായപ്പോൾ എൻ്റെ ഫോൺ വാട്സപ്പിലോട്ടൊരു വരുമായിരുന്നു ഒരു മെസ്സേജ്. എൻ്റെ വിസ അടിച്ച് എനിക്ക് കിട്ടി. എൻ്റെ മാതാവിന് 1000 നന്ദി. കാരണം വീണ്ടും ഒരു മെഡിക്കലൊക്കെ എടുക്കാമെന്ന് പറഞ്ഞാൽ എന്ത് ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ കഴിഞ്ഞ ആഴ്ച എൻ്റെ ടിക്കറ്റ് വന്നു. പിന്നെ ഞാൻ അടുത്ത ആഴ്ച പോവുകയാണ്. എൻ്റെ ജോലി നഷ്ടമായി. എനിക്ക് ഒരുപാട് പ്രയാസങ്ങളോടെ ഞാൻ കടന്നു പോയായിരുന്നു ആ സമയങ്ങളിൽ. കാരണം ഗൾഫിലൊരു നല്ല ഉയർന്ന ജോലിയിലിരുന്ന ഞാൻ പാകപ്പഴവ് മൂലം എൻ്റെ ജോലി നഷ്ടമായി ഞാൻ വന്നു. അനുഭവിച്ച വേദനകളൊക്കെ ഒത്തിരി ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു. 1000 നന്ദി. അടുത്ത ആഴ്ച ഞാൻ പോവാം. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ ഈ മോന് വേണ്ടി. പിന്നെ ഞാൻ എന്നും എനിക്ക് ഡ്യൂട്ടിയുള്ള സമയങ്ങളാണെന്ന് പറഞ്ഞാലും ഞാൻ ഈവനിങ് ഡ്യൂട്ടി ചോദിച്ചിട്ട് ഞാൻ രാവിലെ എന്നും പള്ളിയിൽ പോകുമായിരുന്നു. എല്ലാ മാസവും ഞാൻ കുമ്പസരിക്കുമായിരുന്നു. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പോൾ പത്രം ഞാൻ എന്നാൽ കഴിയുന്ന വിധം ഞാൻ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. പിന്നെ എന്നാലാകുന്ന വിധം ഞാൻ പാവങ്ങളെയൊക്കെ ഞാൻ സഹായിക്കുമായിരുന്നു. സങ്കീർത്തനങ്ങൾ 126 അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, ഞങ്ങൾ സന്തോഷിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് സ്നേഹ ആനി ജോർജ് കോഴഞ്ചേരി തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. തൻ്റെ വാക്കുകളിലൂടെ താൻ കടന്നുപോയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളെയൊക്കെ നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ആദ്യമായിട്ട് നമ്മളിൽ പങ്കുവെക്കുക. തനിക്ക് ആദ്യത്തെ പ്രഗ്നൻസിയിൽ അത് ട്യൂബ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ, അത് കട്ട് ചെയ്യേണ്ട പ്രയാസങ്ങളൊക്കെ വരുമ്പോഴും അത് ട്യൂബിൽ കൂടെ തന്നെ അത് അബോട്ടായി പോവുകയും പിന്നെ വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെ ഒരു കുഞ്ഞിനെ നൽകി പരിശുദ്ധം അനുഗ്രഹിക്കുക ചെയ്യുന്നത്. ഉടമ്പടി ചേർന്നുകൊണ്ടും പ്രാർത്ഥിച്ചതിൻ്റെയൊക്കെ ഒരു അനുഗ്രഹ ഫലം തന്നെയാണ് രണ്ടാമത് യാതൊരു കുഴപ്പം കൂടാതെ ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുക ചെയ്തത്. അതോടൊപ്പം തന്നെയാണെങ്കിലും താൻ പുറത്ത് ജോലി ചെയ്തിരുന്നതാണ്. നാട്ടിലേക്ക് വരേണ്ട സാഹചര്യവും വീണ്ടും താൻ പോകേണ്ട ഡേറ്റ് ആണെങ്കിലും ജോലി ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ അത് എക്സ്പയറി ആകുന്നതിന് മുമ്പ് തന്നെ തിരിച്ച് ജോലി സ്ഥലത്തേക്ക് പോകുവാനുള്ള എല്ലാ ക്രമീകരണം. കാരണം ആദ്യമുണ്ടായിരുന്ന കടന്നുപോയ എക്സാമും കാര്യങ്ങളൊക്കെ രണ്ടാമത് ആവർത്തിക്കാതിരിക്കാനുള്ളൊരു വലിയ അനുഗ്രഹം പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് തനിക്ക് ജോലിക്ക് പോകുവാനും വേണ്ട ക്രമീകരണങ്ങളൊക്കെ പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് ലഭിക്കുകയൊക്കെ ചെയ്തു. അതോടൊപ്പം തന്നെയാണെങ്കിലും പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് മുമ്പോട്ട് പോകുവാനും ഉടമ്പടിയിലേക്കായിരിക്കാനുള്ള പല അനുഗ്രഹങ്ങൾ തന്നെയാണ് പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ തൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് സ്നേഹാനി ജോർജിൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയും ചെയ്യുന്നത്. ഇനിയും ഈ കുടുംബത്തെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് മാറ്റട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മൾ ഓരോരുത്തരെയും പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്ക് അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.